ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് ബ്രസ് മത്സരം 3-0 എന്ന ഗോൾ സ്കോറിന് റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി ജൂഡ് ബെല്ലിംഗാം, റോഡ്രിഗോ ഗോസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിനോ വേണ്ടി കളിക്കുന്നു, എന്തിനാ കളിക്കുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കാർലോ ആ ഒരു ഇങ്ങനെയുള്ളൊരു ടീമാ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് മിസ്റ്റേക്സ് തന്നെയാണ്. അഗെയിൻ കാർലോ പഴയ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പം ഫെർലാൻ മെൻഡി, സെൻറ്റർ ബാക്കിലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ ചൗമിനി, റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് വാസ്കസ്. ഈ ഒരു പാറ്റേൺ ആയിരുന്നു. എന്നിട്ടും സ്ട്രോങ് ഡിഫൻസ് ഒന്നും ആയിരുന്നില്ല. മിഡ്ഫീൽഡ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇല്ലാണ്ട് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഓപ്പോണൻറ്റ് എത്ര സിമ്പിളാണെങ്കിലും ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ഒരു മത്സരം വരുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് വട്ടം ഫെയിലായ അതേ ടാക്ടിക്സ് ഒരിക്കലും പരീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ പഠിച്ചിട്ടും പഠിക്കുന്നില്ല എന്നുള്ളൊരു ഗതിയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ഇനി നെക്സ്റ്റ് മത്സരം വരുന്ന സമയത്തെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു സ്ക്വാഡ് ആദ്യ 11 ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയതെന്നും മനസ്സിലാവുന്നില്ല. റീസെൻ്റ്ലി കളിച്ച എല്ലാ മാച്ചിലും ഫെയിലാണ് എന്ന് ഇവർ തന്നെ തെളിയിച്ചതാണ്. അഗെയിൻ ഈ ഒരു മത്സരത്തിൽ ഇത് തന്നെ കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.